എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഡിഫൻസിനെ കുറിച്ച് പഠിക്കുന്ന ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളിയിലാണ്. സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അതിന്റെ ജോയിനിങ് പ്രോസസ് എന്താണ്? ജോയിനിങ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ബയോസയൻസ് ഉള്ള കുട്ടികൾക്ക് ഫസ്റ്റ് സ്ട്രക്ചർ നീറ്റ് ആണ്. നീറ്റ് ക്വാളിഫൈഡ് ആണ്. ക്വാളിഫൈഡ് ആയതിനു ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ട്. അതിനുശേഷം PAT എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആർമി എയർഫോഴ്സ് നേവി ഓഫീസർമാരുടെ ഇന്റർവ്യൂ ആണ്. അതിനുശേഷം ഒരു മെഡിക്കലാണ്. മെഡിക്കലും കൂടെ കഴിഞ്ഞ ശേഷം കുട്ടികൾ നേരെ ഡിഫൻസിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇതാണ് ജോയിനിങ് പ്രോസസ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ്. ഇത് മെഡിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ആണ്. അത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. കേരളത്തിൽ ഒരു BSc നഴ്സിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപയാണ് പേരൻസിന്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത്. ഡിഫൻസ് ഫ്രീ ആയിട്ടാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ബയോസയൻസ് +2 ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു കുട്ടികൾക്ക്, ബയോസയൻസ് ഉള്ള ഒരു കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പ്രായത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഒരു ഓഫീസറായിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ നേരെ ഒരു ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന് ശേഷം നേരെ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഒരു ഓഫീസറായിട്ടായിരിക്കും പോകുന്നത്. അതായത് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ എന്ന പദവി, ആ പദവിയിലോട്ടായിരിക്കും കുട്ടികൾ സർവീസിൽ മുന്നോട്ട് പോയി. അതിനേക്കാൾ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ശമ്പളമാണ്. പിന്നെ കൂടാതെ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഈ കിട്ടുന്ന ഇത്രത്തോളം നല്ലൊരു സുവർണാവസരം +2 ബയോസയൻസ് എടുത്തുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് മാത്രമായുള്ളൊരു സുവർണാവസരമാണ്. ഓക്കെ, മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് സാർ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ദ്രോണയില് ഇതിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സാർ കൊടുക്കുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. നമ്മൾ ദ്രോണയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന വെച്ചാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഫസ്റ്റ് സ്ട്രക്ചർ നീറ്റ് ആണ്. നീറ്റ് ക്വാളിഫൈഡ് ആയി വരുന്ന കുട്ടികൾക്കുള്ള നെക്സ്റ്റ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺലൈൻ എക്സാം ആയിരിക്കും. അതിനുശേഷം കുട്ടികൾ PAT എന്ന് പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട്. ആർമി എയർഫോഴ്സ് നേവി ഓഫീസർമാരുടെ ഇന്റർവ്യൂ ആണ്. PAT എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടുമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർഫോഴ്സ് ഓഫീസറിന്റെ അണ്ടറിലായിരിക്കും ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം കുട്ടികൾക്ക് ഒരു മെഡിക്കലേ ഉള്ളൂ. മെഡിക്കലും കൂടെ കഴിഞ്ഞ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കി പ്രോസസ് എല്ലാം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സാർ, അപ്പോൾ ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്? അഡ്മിഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായാലും +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായാലും ജോയിൻ ചെയ്യാവുന്നതാണ്. +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കൂടി ബെനിഫിറ്റ് ആണ്. മുന്നേ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സെയിം സിലബസ് തന്നെ ആയതിന്റെ പേരിൽ അവർക്കൊരു നെഗറ്റീവ് വരികയില്ലാനും കൂടാതെ തന്നെ ഏറ്റവും നല്ലൊരു പദവിയിലോട്ട് കാലെടുത്ത് വെക്കാനും പെൺകുട്ടികൾക്ക് പറ്റും. നമ്മുടെ അഡ്മിഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ഇപ്പം നീറ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളായാലും +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും കാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അതിനനുസരിച്ചുള്ള അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. സർ, ഇത് ക്ലാസ്സസ് എങ്ങനെയാണോ? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? എങ്ങനെയാണ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വരുന്നത്? എങ്ങനെയാണ്? പൂർണ്ണമായിട്ട് ഓൺലൈൻ ക്ലാസ് ആണ്. ഒരു വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പൂർണ്ണ സ്ട്രക്ചർ വൈസ് ആണ്. റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ആയിരിക്കും. ലൈവ് എന്ന് വെച്ചാൽ പ്രോപ്പർ ലൈവ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, കേരളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്വാൻസ് ആയിട്ടാണ്. പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട്, അതായത് പരീക്ഷയ്ക്ക് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെയാണ്. എന്നാണ് നീറ്റിന്റെ പരീക്ഷ അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മുടെ ആൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ഫെസിലിറ്റീസ് കേരളത്തിലും വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിന്റെ റിസൾട്ട് വന്ന ശേഷമേ നമ്മൾ കുട്ടികൾക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഈ ക്ലാസ് എല്ലായിടവും സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം പിന്നെ ബാലൻസ് ഒരു മന്ത് 1 മന്തോ അല്ലെങ്കിൽ 1.5 മന്തോ മാത്രമേ കിട്ടുന്നുള്ളൂ കുട്ടികൾക്ക്. അന്നേരം ക്രാക്ക് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതിന്റെ പേരിൽ നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും കൂടെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. നെക്സ്റ്റ് ഒരു ചാൻസും കൂടാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഒരു ചാൻസും കൂടാണ് കൊടുക്കുന്നത്. സാർ പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പെൺകുട്ടികളുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണിത്. അതുകൊണ്ട് ആരും അത് പാഴാക്കാതെ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഇവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. സീറ്റ് വളരെ ലിമിറ്റഡ് ആണ്. ആരും അത് പാഴാക്കാതെ ഉടനെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത്ര നല്ല ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സാറിന് വളരെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ് കൂടുതലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് MNS ആയാലും ഇത് കൂടാതെ തന്നെ മറ്റനവധി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. MBA പോലത്തെ CDS, MBA, പിന്നെ മർച്ചന്റിംഗ് ഓഫീസർ, അഫ്ഗാൻ. ഇതെല്ലാത്തിനും കുട്ടികൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ് നമ്മുടെ പ്രസ്ഥാനം കൊടുക്കുന്നത്. 100% ഒരു ജോലിയിലോട്ടാണ് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അന്നേരം ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട്. ഓക്കെ, താങ്ക് യു.